ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ നെടുംതൂണായ ഒന്നിനെക്കുറിച്ചാണ്. അതെ, നമ്മുടെ മൗലിക അവകാശങ്ങൾ. ഓരോ ഇന്ത്യൻ പൗരന്റെയും സ്വാതന്ത്ര്യവും അന്തസ്സുമൊക്കെ ഉറപ്പാക്കുന്ന ഈ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ അനീതിയിൽ നിന്നൊക്കെ ആരാണ് ശരിക്കും സംരക്ഷിക്കുന്നത്? നമുക്ക് അന്തസ്സോടെ ജീവിക്കാൻ ഒരു ഉറപ്പു തരുന്നത് എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ. ഇവയെങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്ന് നോക്കിയാലോ? നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റായിട്ട് ഒന്ന് കാണാമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ബ്ലൂ പ്രിന്റിന്റെ ഹൃദയം, അതിന്റെ കോർ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിത്തറ തന്നെ അതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൗലികാവകാശങ്ങൾ വെറും കടലാസിലെ വാക്കുകളല്ല, നിയമപരമായി നമുക്ക് കിട്ടുന്ന ഉറപ്പുകളാണ്. അതായത്, ആരെങ്കിലും നിങ്ങളുടെ അവകാശങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി കോടതിയെ സമീപിക്കാം. അപ്പോ നമ്മൾ പറഞ്ഞ ഈ ബ്ലൂ പ്രിന്റിന് 6 ശക്തമായ തൂണുകളുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ഈ 6 മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം, അതായത് നിയമത്തിനു മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണ്. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നമുക്ക് സംസാരിക്കാനും ഒത്തുകൂടാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം. പിന്നെ വരുന്നത് ചൂഷണത്തിനെതിരായ അവകാശമാണ്. അടിമപ്പണി പോലുള്ള കാര്യങ്ങളൊക്കെ ഇത് നിരോധിക്കുന്നു. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാനുമുള്ള അവകാശങ്ങളുമുണ്ട്. ഇതിലെല്ലാം ഉപരി ഈ പറഞ്ഞ അവകാശങ്ങളെല്ലാം ആരെങ്കിലും ലംഘിച്ചാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. അപ്പോൾ ഈ രൂപരേഖ എന്ന് പറയുന്നത് ഒരു കല്ലിൽ കൊത്തുവെച്ച ഒന്നല്ല. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ വെല്ലുവിളികളെ നേരിടാൻ സ്വയം വികസിക്കുന്ന ഒന്നാണ്. നോക്കൂ, കാലം മാറുന്നതിനനുസരിച്ചു നമ്മുടെ അവകാശങ്ങളും എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് 2002 വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി മാറി. അതുപോലെ 2017 നമ്മുടെ സ്വകാര്യത ഒരു മൗലിക അവകാശമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അത്രയേറെ മുന്നോട്ടു പോയി 2019 ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം പോലും മൗലിക അവകാശത്തിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടു. ഇത് കാണിക്കുന്നത് നമ്മുടെ ഭരണഘടന എത്രത്തോളം ജീവസ്സുറ്റതാണെന്നാണ്. അപ്പോ ഒരു ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലേ? അതിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ സംരക്ഷിക്കാനും അറിയണം. അതിനുവേണ്ടി നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പവർഫുൾ ടൂൾ കിറ്റ് തന്നിട്ടുണ്ട്. ഈ ടൂൾ കിറ്റിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നറിയാമോ? നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ബാക്കിയുള്ള എല്ലാ അവകാശങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്നത് ഈ ഒരൊറ്റ അവകാശമാണ്. അപ്പോ ഈ ടൂൾ കിറ്റിലെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? അവയാണ് റിട്ടുകളെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള 5 തരം നിയമപരമായ ഓർഡറുകളാണിത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും ശക്തവുമായ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇത് നിയമവിരുദ്ധമായി ഒരാളെ തടവിൽ വയ്ക്കുന്നതിനെതിരെ ഉപയോഗിക്കാം. അതായത്, ഒരാളെ നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുകയാണെന്ന് കരുതുക. ചിലപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു, പക്ഷേ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു വിവരവുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അവരുടെ ബന്ധുക്കൾക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ കോടതി ഉടൻ തന്നെ ആ വ്യക്തിയെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിടും. അതാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതാണ് മാൻഡമസ്. അതിന്റെ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ്. ഒരു ഗവൺമെന്റ് ഓഫീസർ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി കോടതിക്ക് ഉത്തരവിടാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് നിയമപരമായി കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഒരു സർക്കാർ ഓഫീസ് ഒരു കാരണവുമില്ലാതെ തരാതിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാൻഡമസ് റിട്ട് വഴി കോടതിയെ സമീപിക്കാം. ആ ഡ്യൂട്ടി ചെയ്യാൻ കോടതി അവരോട് കൽപ്പിക്കും. ഇനി അടുത്ത 2 ഒരുമിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ലത്: പ്രൊഹിബിഷനും സർഷ്യൂററിയും. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ഇത് ഒരു വിലക്കാണ്. ഒരു കേസ് പരിഗണിക്കാനുള്ള അധികാരമില്ലാത്ത ഒരു കീഴ്ക്കോടതി ആ കേസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ മേൽക്കോടതിക്ക് അത് തടയാം. ഇനി സർഷ്യൂററി എന്താണെന്ന് വെച്ചാൽ, അതൊരു തിരുത്തലാണ്. കീഴ്ക്കോടതി അധികാരമില്ലാതെ ഒരു വിധി പറഞ്ഞു പോയി എന്ന് കരുതുക. ആ തെറ്റായ വിധി റദ്ദാക്കാൻ മേൽക്കോടതിക്ക് ഉപയോഗിക്കാവുന്ന റിട്ടാണ് സർഷ്യൂററി. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ, പ്രൊഹിബിഷൻ ഒരു തെറ്റ് സംഭവിക്കുന്നത് തടയുന്നു, സർഷ്യൂററി സംഭവിച്ചു പോയൊരു തെറ്റ് തിരുത്തുന്നു. ഒന്ന് പ്രിവെൻഷൻ, മറ്റേത് ക്യൂർ. അത്രയുള്ളൂ വ്യത്യാസം. അവസാനത്തെ റിട്ടാണ് ക്വോ വാറന്റോ. ഇതിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. ഒരു പബ്ലിക് ഓഫീസിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ ആ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ
ഈ റിട്ട് ഉപയോഗിക്കാം. ശരിക്കും ഏതധികാരത്തിലാണ് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നത് എന്ന് പൗരന്മാർക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ള ഒരു വഴിയാണിത്. ഇത് അയോഗ്യരായ ആൾക്കാർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വരുന്നത് തടയാൻ ഒരുപാട് സഹായിക്കും. അപ്പോ നമ്മൾ ഈ പറഞ്ഞ രൂപരേഖയും അതിനെ സംരക്ഷിക്കാനുള്ള ഈ ടൂൾ കിറ്റുമൊക്കെ എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് ശരിക്കും ബാധിക്കുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അന്തസ്സ് സംരക്ഷിക്കുന്നു. സർക്കാരിന് തോന്നിയ പോലെ പെരുമാറാൻ പറ്റില്ല എന്നുറപ്പാക്കുന്നു. സമൂഹത്തിലെ ദുർബലരായ ആളുകൾക്ക് ഒരു സംരക്ഷണം നൽകുന്നു. അധികാര ദുർവിനിയോഗം തടയുന്നു. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു രാജ്യം ശക്തമാകുന്നത്. ഇനിയൊരു ചോദ്യം. നമ്മുടെ ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ടെക്നോളജി മാറുന്നു, സമൂഹം മാറുന്നു. ഒരു കാലത്ത് ഇന്റർനെറ്റ് ഒരു അവകാശമാകുമെന്ന് ആരെങ്കിലും കരുതിയോ? അതുപോലെ ഭാവിയിൽ എന്തായിരിക്കും അടുത്ത മൗലികാവകാശം? ഒരുപക്ഷേ ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവകാശമോ? അതോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്ന കാലത്ത് നമ്മുടെ ജോലികൾ സംരക്ഷിക്കാനുള്ള അവകാശമോ? നിങ്ങൾക്കെന്താ തോന്നുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ല രസമായിരിക്കും അല്ലേ?